ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം ഉൽപ്പത്തി പുസ്തകം 25-26 അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 25-ാം അധ്യായത്തിൽ സാറ മരിച്ചതിന് ശേഷമുള്ള അബ്രഹാമിൻ്റെ ജീവിതം വിവരിക്കുന്നു. അബ്രഹാം തൻ്റെ വെപ്പാട്ടിയായ കെതൂറയെ വിവാഹം കഴിക്കുകയും മറ്റ് മക്കൾ ജനിക്കുകയും ചെയ്യുന്നു. അബ്രഹാം മരിച്ചപ്പോൾ ഇസഹാക്കും ഇസ്മായേലും ചേർന്ന് അവനെ സംസ്കരിക്കുന്നു. പിതാവിൻ്റെ മരണം സഹോദരന്മാരുടെ ഒരു ഏകീകരണ നിമിഷമായി തീർന്നത് ഇവിടെ കാണാം. തുടർന്ന് ഇസഹാക്കിൻ്റെ കുടുംബത്തിലേക്ക് കഥ മാറുന്നു. റിബേക്കയുടെ ഗർഭത്തിൽ ഇരട്ട കുട്ടികൾ വളരുമ്പോൾ അവർക്കിടയിൽ സംഘർഷം ഉണ്ടാകുന്നു. ഏശാവ് വേട്ടക്കാരനായി വളരുമ്പോൾ യാക്കോബ് ശാന്ത സ്വഭാവിയായി തുടരുന്നു. അവസാനം ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം ഒരു നേരത്തെ ഭക്ഷണത്തിനായി യാക്കോബിന് വിൽക്കുന്നതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു. ജനനത്തിന് മുൻപേ തന്നെ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. ഇത് ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യ രീതികളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വ്യക്തമാക്കുന്നു. ഏശാവ് താൽക്കാലികമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവനായി കാണപ്പെടുന്നു. യാക്കോബ് അപൂർണനായിരുന്നാലും ആത്മീയ അനുഗ്രഹത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നു. ആത്മീയ അവകാശത്തെ വിലമതിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ സമാധാനപരമായ മരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ നിറവേറലാണ്. ഇന്നത്തെ ലോകത്തിൽ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നിത്യമായ അനുഗ്രഹങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. യേശാവിനെ പോലെ പലരും ഉടനടി ലഭിക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കും. നമുക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളെ വിലമതിക്കണം. സഹനവും ആത്മീയ ബോധവും നിർണായകമാണ്. ഞാൻ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നിത്യമായ അനുഗ്രഹങ്ങളെ വിട്ടുകൊടുക്കുന്നുണ്ടോ? ദൈവം നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളെ ഞാൻ വിലമതിക്കുന്നുണ്ടോ? ഉൽപ്പത്തി 26-ാമത്തെ അധ്യായം ക്ഷാമകാലത്തുള്ള ഇസഹാക്കിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അബ്രഹാമിനെ പോലെ ഭയം മൂലം ഇസഹാക്കും റിബേക്കയെ സഹോദരിയായി വിളിക്കുന്നു. എങ്കിലും ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നു. അവൻ സമ്പന്നനാകുന്നു. ഫെലിസ്തീർ അവനോട് അസൂയപ്പെടുകയും അബ്രഹാം കുഴിച്ച കിണറുകൾ മൂടുകയും ചെയ്യുന്നു. ഇതിലൂടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇസഹാക്ക് വഴക്കിൽ ഏർപ്പെടാതെ പുതിയ സ്ഥലങ്ങളിലേക്ക് മാറി കിണറുകൾ വീണ്ടും കുഴിക്കുന്നു. അവസാനം ദൈവം തൻ്റെ നിയമം വീണ്ടും ഉറപ്പിക്കുകയും ശത്രുക്കൾ പോലും ദൈവം അവനോടൊപ്പമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ അധ്യായം തലമുറകളിലൂടെയുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കാണിക്കുന്നു. ഇസഹാക്ക് പിതാവിൻ്റെ തെറ്റുകൾ ആവർത്തിച്ചാലും ദൈവത്തിൻ്റെ നിയമം നിലനിൽക്കുന്നു. ഇസഹാക്കിൻ്റെ സഹനവും സമാധാനപരമായ സമീപനവും ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രകടമാക്കുന്നു. കിണറുകൾ വീണ്ടും കുഴിക്കുന്നത് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുന്നതിൻ്റെ അടയാളമാണ്. ശത്രുതയുള്ള സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഗ്രഹം നൽകുന്നു. അനുസരണയും സമാധാനവും ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ ക്ഷാമം പോലെയോ അല്ലെങ്കിൽ അതിലും തീവ്രമായ ജീവിത പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവകൃപ നമ്മെ നയിക്കും. എല്ലാ പ്രശ്നങ്ങളിലും പോരാടേണ്ടതില്ല. ചിലപ്പോൾ പിന്നോട്ട് മാറുന്നത് നല്ലതാണ്. സഹനവും സ്ഥിരതയും അവസാനം സമാധാനത്തിലേക്കും വിജയത്തിലേക്കും നയിക്കും. നമുക്കുള്ള ദൈവാനുഗ്രഹം മറ്റുള്ളവർക്ക് കാണാവുന്നതായിരിക്കും. സമാധാനവും സത്യനിഷ്ഠയും നാം പിന്തുടരേണ്ടതാണ്. ജീവിത പ്രതിസന്ധികൾക്കിടയിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രശ്നങ്ങളിൽ ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നുണ്ടോ? ഈ ചിന്തകളും വചനങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.